ഹായ്. അപ്പോൾ ഞാനിന്ന് കാത് കുത്താൻ പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കാത് കുത്താൻ പോയാലോ? ഞാൻ ജ്വല്ലറിയിലും ബ്യൂട്ടി പാർലറിലും ഒന്നും അല്ല കേട്ടോ പോണത്. നമ്മുടെ ഇവിടെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി കാത് കുത്തി തരാമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ കാത് കുത്താൻ പോകുന്നത്. ഓക്കേ. നടന്നാണ് ഗൈസ് പോണത്. അപ്പൊ പോണ വഴിക്ക് പല ചപ്പും ചവറൊക്കെ പറക്കിയാണ് കേട്ടോ ഞാൻ പോയത്. അപ്പൊ പോണ വഴിക്ക് എനിക്കൊരു പുളി കിട്ടി. പച്ചപ്പുളിയൊക്കെ കടിച്ചടിച്ച് അവിടെ ഞാൻ ചേച്ചിയുടെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്റെ കാത് കുത്താൻ പോകുന്ന എന്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഇതാണ്, ഫസ്റ്റ് ചേച്ചിയാണ്. അപ്പൊ ഫസ്റ്റ് ചേച്ചിയാണ് എനിക്ക് ഇന്ന് തേർഡ് സ്റ്റഡ് കുത്തിത്തരാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി ഭയങ്കര ക്ലീനായിട്ട് സാനിറ്റൈസർ ഒക്കെ വെച്ച് നന്നായിട്ട് കാതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് തരാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അപ്പോൾ ഓരോരുത്തർക്കും കാത് കുത്തുന്നതാണോ ഇഷ്ടം, അത് കാത് കുത്താതിരിക്കുന്നതാണോ ഇഷ്ടം, അത് ഈ ഒരു വേദന ഇല്ല നമുക്ക് തട്ടാന്മാര് കൊണ്ട് കുത്തുന്നതാണോ നല്ലതെന്നൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എൻ്റെ ഈ കുട്ടി വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫസ്റ്റ് കുറെ പണിപ്പെട്ടാണ് കേട്ടോ ചേച്ചി കാത് കുത്തുന്ന. വല്ല ജ്വല്ലറിയിലായിരുന്നെങ്കിൽ അവരെന്നെ എടുത്ത് വെളിയിൽ എറിഞ്ഞിനായിരുന്നു ഗൈസ്. അമ്മാതിരി പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ കുത്തണ്ട ലാസ്റ്റ് ഞാൻ വെച്ച് വേണ്ട കുത്തണ്ട തിരിച്ചു പോയാലോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. ഗണ്ണൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഈശ്വര എന്തിനുള്ള പുറപ്പാടാണോ എന്നൊക്കെ വിചാരിച്ച് അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. എനിക്കറിയാം ഈശോയേ. അപ്പൊ എല്ലാ ദൈവങ്ങളെയും വിളിച്ചോണ്ടിരിക്കുകയാണ്. ഗണ്ണ് കൊണ്ടുവന്ന് മക്കളെ. ഇപ്പൊ ഗൺ ഷൂട്ടാണ്. അപ്പൊ ഗൺ ഷൂട്ടാണോ നല്ലത്, അതേ നമ്മളല്ലാതെ ഡയറക്റ്റ് ആയിട്ട് കാത് കുത്തുന്നതാണോ നല്ലതെന്ന് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എനിക്ക് ഗൺ ഷൂട്ടാണ് ചെയ്തത്. അമ്പോ കിടിലമായിരുന്നു ഗൈസ്. കീറി വിളിച്ച്, അതുകൊണ്ടാണ് ഓഡിയോ കൊടുക്കാത്തത് കേട്ടാ. കീറി വിളിച്ചായിരുന്നു അവിടെ കിടന്ന്. അപ്പൊ ചേച്ചി നല്ല ചീത്ത വിളിയൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഈ ഗണ്ണടിക്കാൻ നേരത്ത് നമുക്ക് നല്ല പെയിൻ ആയിരുന്നു കേട്ടോ. അപ്പൊ അടുത്ത് കുത്താൻ നേരത്ത് ഞാൻ പറഞ്ഞു എന്റെ പൊന്നിയേച്ചി ഒരു 5 മിനിറ്റ് കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ കാര്യം കുത്താന്ന്. കാര്യം ഈ കുത്തി ഉടനെ കുത്തുമ്പോഴത്തേക്കും വേദന സഹിക്കാൻ വയ്യാതിരുന്നതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ചേച്ചി പറഞ്ഞു ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ അതും കൂടെ കുത്തുകയാണെങ്കിൽ ഇത് കുഴപ്പമില്ലാന്ന് തോന്നി. ഇപ്പൊ എനിക്ക് ഈ കാത് കുത്തുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വന്നു, ഞാൻ ആമിക്കുട്ടീനെ കാത് കുത്താൻ കൊണ്ടുപോയതാണ് കേട്ടോ ഗൈസ്. ഓഹ്, അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. കാര്യം ആദ്യമായിട്ട് നമ്മുടെ മക്കൾക്ക് കാത് കുത്തുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ഇത് എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. ഇനി രണ്ടാമത്തെ കാതിൽ കുത്താൻ പോവുകയാണ്. അപ്പൊ അവിടെ നമ്മള് ഡോട്ടൊക്കെ ഇട്ട് അടയാളപ്പെടുത്തിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കണ്ണിക്കൂടെ പൊന്നീച്ചയൊക്കെ പാറുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്തിനാണെന്നല്ലേ വേദന സഹിച്ചത്. ഒരു രസം, കുറെ പേരൊക്കെ കുത്തിരിക്കണം നമുക്കൊരു ആഗ്രഹം ഗൈസ്. അങ്ങനെ കുത്തിയതാണ്. കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു.